സംസ്ഥാനത്ത് ഇന്ധനവില സമാനതകളില്ലാത്ത വിധം കുതിച്ചുയരുകയാണ്. സ്വകാര്യ ബസ് വ്യവസായം കടുത്ത പ്രതിസന്ധിയിലാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമില്ല. ഡീസൽ വില വർധനവ് ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ അടുത്തയാഴ്ച മുതൽ സംസ്ഥാനത്തുടനീളം സ്വകാര്യ ബസ്സുകൾ സർവീസ് പൂർണ്ണമായും നിർത്തിവെക്കുമെന്നാണ് ബസ് ഉടമകളുടെ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കനത്ത നഷ്ടം സഹിച്ചുകൊണ്ട് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് ഉടമകളുടെ നിലപാട്. ഇതൊരു സമര പ്രഖ്യാപനമല്ലെന്നും മറിച്ച് സർവീസ് നടത്താൻ കഴിയാത്ത തരത്തിലുള്ള ഗതികേട് കൊണ്ടാണ് ബസ്സുകൾ കട്ടപ്പുറത്തേക്ക് മാറ്റാൻ നിർബന്ധിതരാകുന്നതെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ ഏരിക്കുന്നൻ പറഞ്ഞു. പ്രതിദിന കളക്ഷൻ ഇന്ധന ചെലവിനും ജീവനക്കാരുടെ ബാറ്റയ്ക്കും പോലും തികയാത്ത അവസ്ഥയിലാണ് ഭൂരിഭാഗം റൂട്ടുകളിലെയും സർവീസുകൾ. യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക എന്നതല്ല ഈ പ്രതിസന്ധിക്ക് പരിഹാരമെന്ന് ബസ് ഉടമകൾ വ്യക്തമാക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നിരക്ക് ഇനിയും കൂട്ടിയാൽ അത് സാധാരണക്കാരായ യാത്രക്കാരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയും ബസ്സുകളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യും. ഇത് പ്രതിസന്ധിയുടെ ആഴം കൂട്ടുകയുള്ളൂ. പകരം പൊതുഗതാഗത സംവിധാനത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. സ്വകാര്യ ബസ്സുകൾക്ക് സബ്സിഡി നിരക്കിൽ ഡീസൽ ലഭ്യമാക്കാൻ സർക്കാർ തയ്യാറാകണം. നിലവിലെ ഈ ഗുരുതര സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ബസ് ഉടമകളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്താൻ തയ്യാറാകണമെന്നും ഹംസ ഏരിക്കുന്നൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ യാത്രക്കാരുടെ പ്രധാന ആശ്രയമാണ് സ്വകാര്യ ബസ്സുകൾ. പ്രത്യേകിച്ച് മലബാർ മേഖലയിലും മധ്യ കേരളത്തിലെ ഉൾഗ്രാമങ്ങളിലും KSRTC സർവീസുകളേക്കാൾ കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ ദൈനംദിന യാത്രകളെ ഇത് ബാധിക്കും. അടുത്തയാഴ്ച മുതൽ ബസ്സുകൾ കൂട്ടത്തോടെ സർവീസുകൾ നിർത്തിവെച്ചാൽ സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനം പൂർണ്ണമായും സ്തംഭിക്കുന്ന അവസ്ഥയുണ്ടാകും. വരും ദിവസങ്ങളിൽ സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും സ്വകാര്യ ബസ്സുകളുടെ ഭാവി.